ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് 15 ഡേയ്സ് അതെന്താ വെച്ചാൽ ഇന്ന് തൊട്ടിട്ട് എൻഡ് ഓഫ് ജാനുവരിക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് അതാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ ഇത് ലവ് ആയിരിക്കാം, കരിയർ ആവാം, എന്താ മെസ്സേജസ് വരണം വെച്ചാൽ അത് ഞാൻ നിങ്ങളോട് ഇവിടെ പറയും. അപ്പോൾ ക്യാൻസർ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ക്യാൻസറിന് വേണ്ടിയിട്ട് ഇന്ന് തൊട്ടിട്ട് എൻഡ് ഓഫ് ജാൻ വരെ എന്താണ് മെസ്സേജസ് അത് നമ്മൾക്ക് നോക്കാം. 6 of Swords, Knight of Wands, Wheel of Fortune, Sun, Tower, Page of Swords. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ക്യാൻസർ നെക്സ്റ്റ് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് കുറേ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. ജഡ്ജ്മെൻറ്റ് ഇവിടെ നിങ്ങളൊരു ജഡ്ജ്മെൻറ്റ് കോളാണ് എടുക്കുന്നത്, ഒരു ഡിസിഷനാണ് എടുക്കുന്നത്. ഒരു മേ ബി ഒരു സിറ്റുവേഷനെ റിന്യൂ ചെയ്യാനും ആയിരിക്കാം നിങ്ങൾ നോക്കുന്നുണ്ടാവുക. ഇതൊരു റിലേഷൻഷിപ്പ് ആവാം. ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളൊരു ജഡ്ജ്മെൻറ്റ് കോളാണ് എടുക്കാൻ പോകുന്നത്. ഒരു ഫൈനൽ ഡിസിഷൻ മാതിരി ഒരു സിറ്റുവേഷനെ നിങ്ങൾ ജഡ്ജാണ് ചെയ്യണത്. അതല്ല ചെയ്ത് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങളൊരു ജഡ്ജ്മെൻറ്റാണ് പാസ് ചെയ്യണത്, ഒരു ഡിസിഷനാണ് എടുക്കണത്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു വലിയ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട് ഈ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ജാനുവരിയിൽ. 6 of Swords നിങ്ങളുടെ പാസ്റ്റിൽ ആദ്യം ഇവിടെ ഞാൻ കാണുന്നത് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. എനർജി കുറേ അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു, സ്റ്റേബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റേബിലിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായത് അതൊക്കെ നിങ്ങൾ പാസ്റ്റിൽ വിട്ടിട്ട് മുമ്പോട്ടാണ് പോണത്. നൈറ്റ് ഓഫ് വാൻസ് ഇത് ട്രാവൽഡ് എനർജിയാണ്. അതല്ല വെച്ചാൽ ഇതൊരു പേഴ്സൺ ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൻ്റെ എനർജിയാണ്. ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ ഡീലി ഉണ്ടാവുക ഈ സമയത്ത്. ഈ പേഴ്സൻ്റെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റിയും ഇല്ല. അവർ നിങ്ങളോട് ഇതൊക്കെ റൊമാൻറ്റിക് ആവാം, ഫ്രണ്ട്ഷിപ്പിലാവാം. പക്ഷേ ഈ പേഴ്സൻ്റെ ഒരു കാര്യത്തിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അവർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാലും അതവർ ഫുൾഫിൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. കമ്മിറ്റ്മെൻറ്റ് ഇവിടെ ഒട്ടുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങൾ ഡീൽ ചെയ്യണത്. ഈ സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ആദ്യം ഡിസപ്പിയർ ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഈ പേഴ്സൺ തിരിച്ചു വരുമോ, വിളിക്കുകയോ, മെസ്സേജ് ചെയ്യോ, അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു പറയാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷനാണ് ഇവിടെ. വീൽ ഓഫ് ഫോർച്യൂൺ. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലക്ക്, പേഴ്സണൽ സമയം, നിങ്ങളുടെ ലക്ക് അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു കുറേ പോസിറ്റീവ് സമയമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണേ. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഓൾറെഡി ആ വീൽ നിങ്ങളുടെ ഫേവറിൽ ടേൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സൺ ലിയോ എനർജിയാണ്. അപ്പോൾ ഇത് കുറേ ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസിൻ്റെ എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി വരും, കുറച്ചുകൂടി പീസ് ഓഫ് മൈൻഡ് വരും ആൻഡ് കുറേ ഹാപ്പിനെസ്, ചില ഹാപ്പി മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇത് ലിയോ എനർജി. നിങ്ങൾ മേ ബി ഒരു ലിയോയുടെ കൂടെ ആയിരിക്കും ഡീലി ഉണ്ടാവുക. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ ഒരു ടവർ മൂമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് 15 ഡേയ്സ് ഓർ 16 ഡേയ്സിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ചില സമയത്ത് കുറേ നല്ല സമയമാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് മാതിരി ഒരു സഡൻ ചേഞ്ച്, ഒരു സഡൻ സിറ്റുവേഷൻ തന്നെ മാറി പോണ മാതിരി ഒരു എനർജിയാണ്. ടവർ ഒരു എൻഡിങ് ആണ് ആദ്യം. അപ്പോൾ ഒരു എന്തോ നിങ്ങളുടെ ലൈഫിലൊരു വലിയ ചേഞ്ച് വരുന്നുണ്ട്, എൻഡിങ് ഉണ്ടാവുന്നുണ്ട്. പേജ് സോർഡ്സ് ഇത് ആദ്യം ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ എനർജി, ഒരു ഫ്രഷ് ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ നമ്മൾക്കിത് എന്താണെന്ന് നമ്മൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നോക്കാം, എന്താണെന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് എന്താണ് ഇവിടെ?
ഇത് പേജ് ഓഫ് കപ്സിൻ്റെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇത് പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ പാസ്റ്റിലുള്ള പേഴ്സൻ്റെ കൂടെ ഒരു പുതിയ ബിഗിനിങ് ഞാനിവിടെ കാണുന്നുണ്ട്. ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ ഇവിടെ നൈറ്റ് ഓഫ് വോൺസ്, ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറേ ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു, കുറേ പ്ലെയർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചില ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ജാനുവരിയിൽ ഈ പേഴ്സൺ ചിലപ്പോൾ തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഓർഎൽസ് നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവും ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. 6 of Swords ഇവിടെ എന്താണ്? അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ ലവ് ലൈഫിൽ, അതൊക്കെ വെരി സൂൺ നിങ്ങൾക്ക് കുറേ സ്റ്റെബിലിറ്റി കിട്ടും റിലേഷൻഷിപ്പിൽ. ആൻഡ് കുറച്ചുകൂടിയും ഒരു ഹാപ്പി മൂമെൻറ്റ്സ് ഞാൻ കുറേ കാണുന്നുണ്ട് ഇവിടെ. ഈ നൈറ്റ് ഓഫ് വോൺസ് എന്താണ്? Six of Pentacles. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിന് എപ്പോഴും കമ്മിറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഒരുമിച്ച്, കുറേ ഹാപ്പി മെമ്മറീസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്ക് അത്ര എനർജി തരില്ല. നിങ്ങൾ ഇടണ എനർജി മാതിരി അല്ല, ഈക്വൽ എനർജി അല്ല ഈ പേഴ്സൻ്റെ. ഈ പേഴ്സൺ കുറേ ഇൻ ആൻഡ് ഔട്ടാണ്. ഞാൻ പറഞ്ഞ മാതിരി അവർ ചില ദിവസം നിങ്ങളെ കോൾ ചെയ്യും, പിന്നെ സഡൻലി ഡിസപ്പിയർ ചെയ്യും, പിന്നെ ആദ്യം തിരിച്ചു വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അൺസ്റ്റേബിൾ ടൈപ്പ് ഓഫ് പേഴ്സണാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്താണ്? മേ ബി നിങ്ങൾ ഹോപ്പ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും, അവരുടെ ബിഹേവിയറിൽ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷേ ഇത് 8 of Wands, നിങ്ങൾ ഒരു സമയം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഈ പേഴ്സൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന ഒരു ഹോപ്പ് ഉണ്ടാവും നിങ്ങൾക്ക്. ഇവിടെ ഞാൻ കാണുന്നത് ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഈ കാര്യം, ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും. ഇവിടെ കുറച്ചുകൂടിയും ഒരു ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ പേഴ്സൺ കുറേ വേറെ എനിക്കൊരു സ്റ്റോറി കിട്ടുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ കുറേ ട്രാവൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അവരുടെ ജോലി കാരണം അവർ കുറേ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ രണ്ടാളുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത്. പക്ഷെ അങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും. അപ്പോൾ ഈ സൺ എന്താണ് ഇവിടെ? ലിയോ എനർജി, 3 of Pentacles. അപ്പോൾ നിങ്ങൾ രണ്ടാളും റിലേഷൻഷിപ്പിൽ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ബെറ്റർ ആവുന്നുണ്ട്. നിങ്ങളുടെ ജോലിയുടെ കാര്യമാണ് വെച്ചാൽ അവിടെയും ഞാൻ കാണുന്നത് കുറേ ഹാപ്പിനെസ് ഉണ്ട്. നിങ്ങളുടെ കരിയർ റിലേറ്റഡ് പ്രോഗ്രസ്സും കുറേ പോസിറ്റീവാണ്. ടവർ എനർജി എന്താണ് ഇവിടെ? സ്റ്റാർ. അപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാലും എന്നുവെച്ചാൽ ഈ ടവർ ഒരു വലിയ ചേഞ്ചാണ്. എന്തെങ്കിലും ഒരു വലിയ ചേഞ്ച് ഉണ്ടായാലും നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് ഉണ്ട്. അപ്പോൾ ആ വലിയ കോൺഫ്ലിക്റ്റ് ഫൈറ്റ് ആണ് വെച്ചാൽ ചേഞ്ച് ഉണ്ടാച്ചാലും നിങ്ങൾ അതിനെ ക്രോസ് ചെയ്യും. അത് അങ്ങനെ അത്ര പ്രശ്നം ഉണ്ടാവണ കാര്യമല്ല. 6 of Wands നിങ്ങളുടെ ഈ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയും. ആൻഡ് അത് പോസിറ്റീവ്ലി നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും എഫക്റ്റ് ചെയ്യില്ല. എഫക്റ്റ് ചെയ്താലും അത് ടെമ്പററി സിറ്റുവേഷൻ ആയിരിക്കും. പേജ് ഓഫ് സോർഡ്സ് ഒരു പുതിയ ബിഗിനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ രണ്ടാളുടെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലും അത് നിങ്ങൾ സക്സസ്ഫുള്ളി സോൾവ് ചെയ്യും. ആൻഡ് മുമ്പോട്ട് പോയിട്ടൊരു പോസിറ്റീവ് വേയിലാണ് ഞാൻ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ് ചെയ്യണത് ഇവിടെ. അപ്പോൾ ഈ ഫൂൾ ഏരീസ് എനർജിയാണ്. അപ്പോൾ എന്താണ് ഫൈനൽ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ലവേഴ്സ്. അപ്പോൾ ജെമിനി എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി ഇത് സോൾമേറ്റ് കണക്ഷനാണ്, കുറേ സ്ട്രോങ് ബോണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഞാൻ എവിടെയും കാണില്ല. ബ്രേക്കപ്പ് കണ്ടാലും അത് നിങ്ങൾ ഹീൽ ചെയ്യണ മാതിരി ഒരു ബ്രേക്കപ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും അത് നിങ്ങൾ സോൾവ് ചെയ്യും, ഒരുമിച്ച് ആദ്യം റീകൺസൈൽ ചെയ്യും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ക്യാൻസർ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ആൻഡ് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഐ ക്ലെയിം എന്ന് പറയുക. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾ ക്ലെയിം ചെയ്യൂ കമൻറ്റ് ചെയ്തിട്ട്. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ മെസ്സേജ് ചെയ്യുക. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.